നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. വെള്ളപ്പൊക്കത്തെ തുടർന്ന് മിസ്സാഗയിൽ 116ഓളം നഴ്സിംഗ് ഹോം നിവാസികളെ ഒഴിപ്പിച്ചു. നഴ്സിംഗ് ഹോമിനുള്ളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം 116 അന്തേവാസികളെയും പുതിയ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. യോർക്ക് റീജിയണും ടൊറന്റോ പാരാമെഡിക്കുകളും ഉൾപ്പെടെ നിരവധി എമർജൻസി റെസ്പോൺസ് ടീമുകളുടെ കൂട്ടായ പ്രവർത്തനം ടൊറന്റോ നഗരത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള സാധാരണ നില കൈവരിക്കാൻ സഹായിച്ചു. വർദ്ധിച്ച ചൈൽഡ് ബെനിഫിറ്റ് വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. കാനഡയിൽ താമസിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ യോഗ്യരായ കുടുംബങ്ങൾക്ക് അനുവദിക്കപ്പെട്ട നികുതിരഹിത പ്രതിമാസ പേയ്മെന്റുകൾ നാളെ മുതൽ വിതരണം ചെയ്തു തുടങ്ങും. CCB പേയ്മെന്റുകൾക്ക് യോഗ്യത നേടുന്നതിന് ഒരു വ്യക്തി 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയോടൊപ്പം കാനഡയിൽ താമസിക്കുന്ന രക്ഷകർത്താക്കളായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.7% വർധനവ് ചൈൽഡ് കെയർ ബെനിഫിറ്റിൽ ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യ വിതരണമാണ് വെള്ളിയാഴ്ച നടക്കുക. 6 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള ഓരോ കുട്ടിക്കും പരമാവധി CCB പേയ്മെന്റ് പ്രതിമാസം $547.5 ആയിരിക്കും. ടൊറന്റോ ഫ്ലാഷ് വെള്ളപ്പൊക്കത്തിൽ മൊത്തം നാശനഷ്ടം $1 ബില്യൺ കവിഞ്ഞേക്കാം. ഇൻഷുറൻസ് ബ്യൂറോ ഓഫ് കാനഡയുടെ കണക്കനുസരിച്ച് ചൊവ്വാഴ്ചത്തെ കൊടുങ്കാറ്റ് 2013 ടൊറന്റോയിലെ ചരിത്രപരമായ വെള്ളപ്പൊക്കവുമായി ഏറെ സാമ്യത പുലർത്തി. ഇത് $1 ബില്യൺ ഇൻഷുർ ചെയ്ത പാർപ്പിട വാണിജ്യ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. കാനഡ കണ്ട ഏറ്റവും ചെലവേറിയ 10 പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി ടൊറന്റോയിലെ ഫ്ലാഷ് ഫ്ലഡ് മാറി. ചൊവ്വാഴ്ച ഒരു ദിവസം മാത്രം ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിൽ ലഭിച്ച മഴ 97 മില്ലിലിറ്ററാണ്. 10 കൊല്ലം മുമ്പ് 2013 ജൂലൈ 8 ലഭിച്ച 126 മില്ലിലിറ്റർ മഴ ഒരു ദിവസം എന്ന റെക്കോർഡാണ് ഇതിനു തൊട്ടു മുന്നിലുള്ളത്. ആഗോളതാപനം ഇത്തരം അപ്രവചനീയ കാലാവസ്ഥകൾ ഇനിയും സമ്മാനിച്ചേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഓന്റാരിയോയിൽ 2 പേർ ലിസ്റ്റീരിയോസിസ് ബാധിച്ച് മരിച്ചു. ഈ മാസം ആദ്യം കനേഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസി ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് മലിനീകരണത്തിന് സാധ്യതയുള്ളതിനാൽ ഓട്സ്, ബദാം, തേങ്ങ എന്നിവയുടെ റെഫ്രിജറേറ്റഡ് പാനീയങ്ങളുടെ ചില സിൽക്ക്, ഗ്രേറ്റ് വാല്യൂ എന്നീ ബ്രാൻഡുകൾ തിരിച്ചുവിളിച്ചിരുന്നു. തലവേദന, മലബന്ധം അല്ലെങ്കിൽ പനി എന്നിവ ഉൾപ്പെടുന്ന ലക്ഷണങ്ങളുള്ള അപൂർവവും എന്നാൽ ഗുരുതരവുമായതുമായ രോഗമാണ് ലിസ്റ്റീരിയോസിസ്. പബ്ലിക് ഹെൽത്ത് ഏജൻസി ഓഫ് കാനഡയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് പ്രതിവർഷം 134 ലിസ്റ്റീരിയോസിസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മകനും യുവജനക്ഷേമ കായിക വകുപ്പുകളുടെ മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായേക്കുമെന്ന് റിപ്പോർട്ട്. സർക്കാരിലുള്ള ഉദയനിധിയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനും ഭരണതലത്തിൽ സ്റ്റാലിൻ്റെ ഭാരം ലഘൂകരിക്കുന്നതിനുമാണ് ഉദയനിധിക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓഗസ്റ്റ് 22 മുൻപ് ഉദയനിധിയുടെ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ജനറൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കറി ഹൗസ് മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജം എക്സ്പേർട്ട്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.